നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോ ഓഫ് ഷിയർ മോഡുലസ് ടു എൻസ് മോഡുലസ് ഫോർ എ മെറ്റീരിയൽ വിത്ത് പോയ്സൺസ് റേഷ്യോ 0.25 ഈസ്. അതായത് ഷിയർ മോഡുലസിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ജി കൊണ്ടാണ് ഡിവൈഡഡ് ബൈ എൻസ് മോഡുലസ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ജി ബൈ ഇ ആണ് കണ്ടുപിടിക്കേണ്ടത് വെൻ മ്യൂ ഈക്വൽ ടു 0.25. അത് പോയ്സൺസ് റേഷ്യോ 0.25 ആകുമ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ആദ്യം ഞാൻ ആ ഇക്വേഷൻസ് പറയാം. ഇത് ആരും പഠിക്കാണ്ട് പോകരുത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് മ്യൂ. ഇതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഇ എന്ന് പറഞ്ഞ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, ജി ഷിയർ മോഡുലസ്, മ്യൂ പോയ്സൺസ് റേഷ്യോ. ഓക്കെ, ഇനി ഇ ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 മ്യൂ, അല്ലെങ്കിൽ ഇ ഈക്വൽ ടു 9kg ഡിവൈഡഡ് ബൈ 3k പ്ലസ് ജി. ഓർ നമുക്ക് ഓക്കെ, ഇത്രയും ഇക്വേഷൻസ്, ബേസിക് ആയിട്ടുള്ള ഇത്രയും ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓക്കെ, ഇവിടെ ഈ 3k എന്ന് പറയുന്നത് എന്താണ്? സോറി, കെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബൾക്ക് മോഡുലസ് ആണ് കേട്ടോ. കെ എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ് ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഇതിലെന്ന് പറയുന്നത് ഷിയർ മോഡുലസും മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. ഇതിൽ ഷിയർ മോഡുലസും ബൾക്ക് മോഡുലസും തമ്മിലുള്ള യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. ഇവിടെ ഇത് മൂന്നെണ്ണവും കൂടിയുള്ള റിലേഷനാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഷിയർ മോഡുലസ് ടു യങ് മോഡുലസ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു ഇക്വേഷനാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാം? ഇ ഈസ് ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് മ്യൂ ആണ്. അപ്പം എനിക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ജി ബൈ ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്താണ്? ജി ബൈ ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഇ ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് മ്യൂ എന്ന് പറഞ്ഞാൽ 0.25 ആണ്. സോ നമുക്ക് എഴുതാം ഇ ഈക്വൽ ടു 2g ഇൻറ്റു 1.25. അതവിടെ കിടന്നോട്ടെ. അതിൽ നിന്ന് നമുക്ക് ജിയെ മാത്രമായിട്ട് എഴുതാം. ദാറ്റ് ഈസ് ജി ഈക്വൽ ടു എന്ത് എഴുതാം? ഇ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1.25 എന്ന് എഴുതാം. സോ ജി ബൈ ഇ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1.25. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.4 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ലെറ്റ് മി ചെക്ക്. 2 ഇൻറ്റു 1.25 ചെയ്യുമ്പോഴത്തേക്കും 2.5 വരും. സോ 1 ഡിവൈഡഡ് ബൈ 2.5 എന്ന് പറയുന്നത് 0.4. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 0.4 എന്നാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 0.4. ഓക്കെ, താങ്ക് യു.